നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള ഫീഡ്സ് മണക്കാട് പഞ്ചായത്തിൽ ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറി നിർമ്മിക്കും. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ വികസനത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് നാഷണൽ ട്രൈബ്സ് ഫ്രണ്ട്. വിശദമായ വാർത്തകളിലേക്ക്. കേരള ഫീഡ്സ് മണക്കാട് പഞ്ചായത്തിൽ ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറി നിർമ്മിക്കും. ജില്ലാ കൃഷി ഫാമിൽ നിന്ന് വിട്ടുകിട്ടിയ 10 ഏക്കർ സ്ഥലത്താണ് ഫാക്ടറി നിർമ്മിക്കുന്നത്. ഇടുക്കി പാക്കേജിലെ ശുപാർശ പ്രകാരമാണ് ഫാക്ടറി നിർമ്മിക്കുന്നതെന്ന് കേരള ഫീഡ്സ് ചെയർമാൻ PC ജോസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് സ്ഥലം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. 500 പേർക്ക് നേരിട്ടും 1000 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. 150ഓളം ലോറികൾ ചരക്ക് അയക്കുന്നതിന് പ്രതിദിനം വേണ്ടി വന്നേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് ഗുണമേന്മയുള്ള കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാത്തതാണ് കേരളത്തിലെ കാലി വളർത്തൽ മേഖല നേരിടുന്ന പ്രശ്നമെന്ന് കേരള ഫീഡ്സ് MD ഡോക്ടർ അനിൽ K. ദാസ് പറഞ്ഞു. യൂറോപ്യൻ മാതൃകയിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന കാലിത്തീറ്റയാണ് നിർദ്ദിഷ്ട ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ്, പ്രൊഫസർ MJ ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലൊരു പ്രോജക്റ്റ് ഉണ്ടായപ്പോൾ തൊടുപുഴയിൽ അത് ആരംഭിക്കാനുണ്ടായ കാരണം ഈ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. കേരള ഫീഡ്സ് പരിപാടിയുമായി ആദ്യം സമീപിച്ചത് മണക്കാട് പഞ്ചായത്തിനെയാണ്. മണക്കാട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി കേരള ഫീഡ്സിന് വേണ്ടി ശുപാർശ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സമാപിച്ചത് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്തിനെയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തും ഏകകണ്ഠമായിട്ട് ഞങ്ങൾക്ക് സ്ഥലം തരുന്നതിന് ശുപാർശ ചെയ്തു. ധനകാര്യമന്ത്രിയുടെ 2012-13 ബഡ്ജറ്റിൽ കോഴിക്കോട്ടും ഇടുക്കിയിലും ഫീഡ്സ് ഫാക്ടറി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായി ഇടുക്കി മണക്കാട് വില്ലേജ്, തൊടുപുഴ താലൂക്ക്, ഇടുക്കി ജില്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, പ്ലാനിംഗ് വകുപ്പ്, കൃഷി മൃഗസംരക്ഷണ വകുപ്പ്, ധനകാര്യ വകുപ്പ്, ഈ വകുപ്പുകളുടെ എല്ലാം ശുപാർശയോടുകൂടി കഴിഞ്ഞ ക്യാബിനറ്റിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം അനുവദിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് തീരുമാനങ്ങളുടെ അനൗൺസ്മെന്റിൽ ഈ വിഷയവും കൂടി ഉൾപ്പെടുത്തി തരികയും ചെയ്തു. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി PJ ജോസഫ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ 10ഓളം സ്റ്റേജുകളിൽ മത്സരങ്ങൾ നടക്കുകയാണ്. 100ഓളം വിദ്യാലയങ്ങളിലെ പ്രതിഭകൾ അവരുടെ കഴിവുകളുടെ മാറ്റുരയ്ക്കുന്ന സന്ദർഭമാണ്. നമുക്ക് കലയെയും സാഹിത്യത്തെയും അതുപോലെ കായിക വിനോദത്തെയും എല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഇതാവശ്യമാണ്. ഇതിന് വേദിയൊരുക്കിയ വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിന്റെ അധികൃതരെ ഞാൻ അഭിനന്ദിക്കുന്നു. ബന്ധപ്പെട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഭാവുകങ്ങൾ നേരുന്നു. ഇനി മത്സരങ്ങൾ തുടങ്ങാൻ സമയമായതോടെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് അധ്യക്ഷനായിരുന്നു. പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിനീഷ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ മാനേജർ, മറ്റ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. 11, 12, 13 തീയതികളിലായാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത്. ആദ്യ ദിനം നാടോടി നൃത്തം, വട്ടപ്പാട്ട്, ഭരതനാട്യം, സംഘഗാനം, മോണോ ആക്ട്, നാടൻപാട്ട്, പദ്യം ചൊല്ലൽ, പ്രസംഗം എന്നിവയാണ് നടന്നത്. 10 സ്റ്റേജുകളിലാണ് മത്സരം നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ
സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഭാരതീയ വിദ്യാനികേതൻ ആഭിമുഖ്യത്തിൽ ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു. മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച പ്രയാണം തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സ്കൂളിൽ സമാപിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. ഭാരതമേ ഉണരൂ, ലോകത്തിന് വഴികാട്ടൂ എന്ന് ഉദ്ഘോഷിച്ച ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യത, നിബോധത എന്ന് നമ്മളെ പഠിപ്പിച്ച് സ്വാമി വിവേകാനന്ദൻ 150 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഭാരതീയ വിദ്യാനികേതന്റെ ആഭിമുഖ്യം നടത്തുന്ന വിവേകാനന്ദ ജ്യോതിപ്രയാണ ജാഥയാണ് തൊടുപുഴയുടെ രാജ്യവേദികളെ ഉലകച്ചാർത്തണിയിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഭാരതീയ വിദ്യാനികേതന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു വിവേകാനന്ദ ജ്യോതിപ്രയാണ ജാഥയാണ് ഈ നാടുകളിലൂടെ ഈ നാട്ടുകൂട്ടത്തിന്റെ എല്ലാം ആഘോഷ തുറപ്പിൽ അറിയിച്ചുകൊണ്ട് ഇതുവരെ കടന്നു വരികയാണ്. ചരിത്ര സംസ്കൃതികളുടെ താരാട്ട് സംഗീതത്തിന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമുറങ്ങുന്നു തൊടുപുഴയുടെ രാജ്യവേദികളിലൂടെ ഇതുവരെ കടന്നു വരികയാണ്. ഇന്ന് കേരളം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രചോദനം നൽകാൻ വിവേകാനന്ദ സ്വാമിക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ വികസനത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് നാഷണൽ ട്രൈബ്സ് ഫ്രണ്ട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് രൂപീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓഫീസ് പ്രവർത്തിക്കുന്നത് 46 കിലോമീറ്റർ അകലെ ദേവികുളത്താണ്. 252 വീടുകൾ അനുവദിച്ചുവെങ്കിലും ഒന്നിന്റെയും പണി ആരംഭിച്ചിട്ടില്ല. 18 കിലോമീറ്റർ കൂടി റോഡ് നിർമ്മിച്ചാൽ ഇടമലക്കുടിയിൽ വാഹനമെത്തും. ഇടമലക്കുടിയുടെ വികസനത്തിന് കോടികളുടെ ഫണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിലും പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് നേതാക്കളായ PK ശശി, KI പരമേശ്വരൻ, TA ലീല, A ജയൻ എന്നിവർ പറഞ്ഞു. ഒരു വെബ്സൈറ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ ഇടക്ക് അവിടെ മന്ത്രി സന്ദർശിച്ച സമയത്ത് മൂന്നാമത് വെച്ച് നടന്ന ഒരു യോഗത്തിൽ മന്ത്രിയുടെ മുൻപിൽ തന്നെ അവിടെ ഇരുന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു 25 ലക്ഷം രൂപ ആദിവാസികൾക്ക് ഇതിന്റെ ലാഭവിഹിതം നൽകിയിട്ടുണ്ടെന്ന്. സത്യത്തിൽ ഒരാൾക്ക് പോലും 1 രൂപ പോലും നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദിവാസികൾക്ക് അവിടെ അത് പെട്ടെന്ന് പ്രതികരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ഫോറസ്റ്റുകാരുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അവരതിന് പ്രതികരിച്ചില്ല. ഈ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അതായത് വൻ അഴിമതിയും ചൂഷണവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡിന്റെ കാര്യമാണ്. നമുക്കറിയാം, ഈ പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നടന്ന് മാത്രമേ അവിടെ എത്താൻ പറ്റുകയുള്ളൂ. ഈ 18 കിലോമീറ്റർ കൂടി ഗതാഗത യോഗ്യമായി കഴിഞ്ഞാൽ ഈ കുടിയിൽ അവിടെ വാഹന സൗകര്യം വാഹനം ലഭിക്കും. അവിടെ ഈ 18 കിലോമീറ്ററിന് വേണ്ടി ഇപ്പം മന്ത്രി ഒരു 4.8 കോടി രൂപ ഈ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. റോഡിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. ഈ 4.8 കോടി രൂപ അനുവദിച്ചിട്ട് ഇത്രയും നാളായെങ്കിൽ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഇത് വനംവകുപ്പാണ് ഈ റോഡിന്റെ പണി ഏറ്റെടുത്ത് നടത്തുന്നത്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒരു നടപ്പാത, അതായത് ട്രക്കിംഗ് പാത്ത് എന്ന് പറയുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി 40 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു വർക്കും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ഫീഡ്സ് മണക്കാട് പഞ്ചായത്തിൽ ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറി നിർമ്മിക്കും. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ വികസനത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് നാഷണൽ ട്രൈബ്സ് ഫ്രണ്ട്. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.